ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ വരുമ്പോൾ, ദുഷ്ടന്റെ സ്വപ്നം വെറും മായയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചിന്ത കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 20-ാം അധ്യായം മുഴുവൻ നോക്കുമ്പോൾ ബുദ്ധിയിൽ നിന്നുള്ള ഉത്തരങ്ങളും ദുഷ്ടന്മാരുടെ ജയം മാത്രമല്ല, വഷളത്വത്തിൽ നിന്ന് നേടിയ നന്മയിലുള്ള സന്തോഷം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ദുഷ്ടന്മാർ സ്വപ്നങ്ങൾ കാണുകയും അത് നാശത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ ചിന്തയാണ് ഞാൻ ഓർപ്പിച്ച വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, പ്രവാചകനെ തേടി തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്ന ചില നന്മകൾ പ്രവാചകൻ വാങ്ങുന്നില്ല എന്ന് കണ്ടിട്ട് അത് കരസ്ഥമാക്കുവാനുള്ള സ്വപ്നത്തോടുകൂടി നയമാന്റെ പിന്നാലെ പോകുന്ന ഒരു ഗേഹസിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. താൻ സ്വപ്നം കണ്ട് നയമാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നന്മകളെല്ലാം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചുവെങ്കിലും അതൊന്നും അവന് ഉപകാരപ്രദമായി തീർന്നില്ല എന്ന് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, ഒരു അനന്യാസിനെയും സഫീറയെയും കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മ നിയോഗം വന്നപ്പോൾ ഉള്ള മുതൽ വിറ്റ് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കുമെന്ന് പറഞ്ഞെങ്കിലും മുതൽ വിറ്റ് കിട്ടിയ പണം കയ്യിൽ ലഭിച്ചപ്പോൾ ചില സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതിൽ കുറച്ചെടുത്ത് ഒളിച്ചു വെച്ചിട്ട് പ്രവാചകന്മാരുടെ അരികിൽ വന്ന്, അപ്പോസ്തോലന്മാരുടെ അരികിൽ വന്ന് പോഷ്ക് പറയുകയും അവരവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുകയാണ്. അവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ, ജീവന്റെ നാഥനായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് ചില നന്മകൾ കരസ്ഥമാക്കി നേട്ടം കൊയ്തവനെ പോലെ ജീവിക്കാമെന്ന് ചിന്തിച്ചതായ യൂദയുടെ ജീവിതത്തിൽ ആ സ്വപ്നങ്ങളൊന്നും അവന് നന്മയായി ഭവിച്ചില്ല. അതെല്ലാം എറിഞ്ഞുകളഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു യൂദയാണ് അവിടെയും കാണുവാൻ കഴിയുന്നത്. ഈ 3 വാക്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്നത് പോലെ പലതും സ്വപ്നം കണ്ട് തിന്മ പ്രവർത്തിച്ച് അത് നേടിയെടുക്കുന്നു എങ്കിലും ആ നേടിയതൊന്നും അവർക്ക് പ്രയോജനപ്രദമായി വരികയോ ആ നിലയിൽ അവർക്ക് മുൻപോട്ട് പോവുകയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ തിന്മ കൊണ്ട് സ്വപ്നം കണ്ട് നേടിയെടുത്തത് അവരുടെ നാശത്തിലേക്ക് അവരെ നയിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടത കൊണ്ട് പലതും നേടിയെടുക്കുവാൻ കഴിഞ്ഞെന്ന് വരാം, എന്നാൽ അതൊന്നും പ്രയോജനപ്രദമായി തീരുന്നില്ല എന്നും അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദുഷ്ടത കൊണ്ട്
നേടുന്ന സ്വപ്നങ്ങളോ ആ നിലയിലുള്ള നന്മകളോ അല്ല. സത്യസന്ധതയോടെ ജീവിതത്തിൽ മുന്നേറുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഗേഹസിക്ക് സംഭവിച്ചതുപോലെയോ അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചതുപോലെയോ യൂദയ്ക്ക് സംഭവിച്ചതുപോലെയോ ഞങ്ങൾ സ്വപ്നം കണ്ട് നേടിയെടുക്കുന്നത് ഞങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന അനുഭവമുള്ളവരായി ഞങ്ങൾ തീരാതെ നീതിക്ക് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.